+2 ചാനലിൽ ഏത് ലൈവ് എടുക്കാൻ വന്നാലും ഒരു 5 കുട്ടികളെങ്കിലും മിനിമം ചോദിക്കും, സാർ ഇമ്പ്രൂവ്മെന്റ് പ്ലാൻ തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ മാസങ്ങളായിട്ട് പ്ലാനുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പ്രശ്നമുള്ളത്, ഈ കൺഫ്യൂഷൻ ഉള്ളത്, ഈ ടെൻഷൻ ഉള്ളതിന്റെ കാരണം എനിക്ക് മനസ്സിലാവും. പക്ഷെ മക്കളെ, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി, ഈ +2 ആണോ, +2 പബ്ലിക് എക്സാം ആണോ, ഇംപ്രൂവ്മെന്റ് എക്സാം ആണോ കൂടുതൽ ഇമ്പോർട്ടന്റ്? ഒരു സംശയമില്ല. ഇറ്റ് ഇസ് ക്ലിയർലി നിങ്ങളുടെ +2 എക്സാം. അപ്പൊ അതിനേക്കാളും ഇമ്പോർട്ടൻസ് +1 ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമുണ്ട്. അതിന്റെ കാരണം എന്താണ്? കാരണം ഒന്നാമത് വെയിറ്റേജ് കൂടുതലുള്ള +2നാണ്. ഓൾമോസ്റ്റ് 60% നിങ്ങളുടെ മാർക്ക് വരാൻ പോകുന്ന +2നാണ്. മാത്രമല്ല +1 ഇംപ്രൂവ്മെന്റിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പോയി എഴുതുകയാണ്. നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള വേറെ കാര്യം, പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. +2ൽ അങ്ങനെയല്ല. പല കാര്യങ്ങളും പ്രത്യേകിച്ച് അവസാന ചാപ്റ്റേഴ്സിലൊക്കെ ഉള്ളത് പുതുതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കുറവ് കൊടുത്താൽ അത് വലിയ ഡേഞ്ചറാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. +2ന് തന്നെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. +2ന്റെ കാര്യത്തിലാണ് കൂടുതൽ നിങ്ങൾ സമയം കൊടുക്കേണ്ടത്. +1 ഇംപ്രൂവ്മെന്റ് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിൽ തന്നെ ഓരോ ആൾക്കാർക്കും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് നല്ല മാർക്ക് ഓൾറെഡി കിട്ടി, അതൊന്നും കൂടി ശരിക്കും വേറെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, മേ ബി ഒരു 85 കിട്ടി, ഒരു 95 കിട്ടിയാൽ കൊള്ളാലോ, അല്ല 95 കിട്ടിയിട്ട് 99 കിട്ടാൻ വേണ്ടിയിട്ട് പരീക്ഷ എഴുതുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ വളരെ കുറച്ച് ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് അവിടെ എന്താണ് കാര്യമായിട്ട് ഗെയിൻ ചെയ്യാനൊന്നുമില്ല. മേ ബി ഒരു 4-5% ചിലപ്പോൾ ഗെയിൻ ചെയ്യാണ്ടാവുള്ളൂ. പക്ഷേ +2ൽ നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് 30-40% ആയിരിക്കും പെർ സബ്ജക്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അപ്പോൾ +1 ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്, +2ന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി വളരെ കുറവ് മാർക്കുള്ള കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങൾ ഈ സെയിം ലോജിക്കാണ് ഫോളോ ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ കുറവ് മാർക്കാണ് നിങ്ങൾ +1 ഉള്ളെങ്കിൽ നിങ്ങൾ അതേപോലത്തെ അവസ്ഥയാണോ +2 ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ +2ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സേഫ് ലെവലിൽ മുകളിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റി കൊടുത്താൽ മതി. അപ്പോൾ പ്രയോറിറ്റി ക്ലിയർലി +2 തന്നെ ആയിരിക്കണം മുകളിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഈ +1 ഇംപ്രൂവ്മെന്റ് എപ്പോഴാണ് സാർ പഠിക്കുക? അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്. ഓൾമോസ്റ്റ് 35 ദിവസം ക്രിസ്മസ് എക്സാമിന് ഇനി പഠിക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് പഠിക്കണം. ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് +2ല് കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ബാക്കിയുണ്ടാവും. അത്രയും പഠിച്ചാൽ തന്നെ, ഈ 35 ദിവസം പഠിച്ചാൽ തന്നെ +2ന്റെ സിലബസ് തീരില്ല. എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഡിസംബർ കഴിഞ്ഞ് നോക്കുകയാണ് നമുക്ക് ജാനുവരി ഫെബ്രുവരി 2 മാസമുള്ള. ആ 2 മാസത്തിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അതിനൊരു മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ +2ന്റെ സിലബസ് തീർക്കുക തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. അതിന് വേണ്ടിയിട്ട് ഈ 35 ദിവസം ക്രിസ്മസ് എക്സാമിന് മുൻപ് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. അതിനിടയിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് കാര്യമായി നോക്കണ്ട. ഒബ്വിയസ്ലി എക്സ്ട്രാ ടൈമൊക്കെ വീക്കെൻഡ്സ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ നോക്കിക്കോ. പക്ഷെ ഒരു കാര്യമായിട്ടുള്ള ഒരു പഠനം നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് കൊടുക്കരുത്. നേരെ മറിച്ച് +2നെ മാക്സിമം തീർക്കാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ഞാൻ +2ന്റെ ഇത്രയെങ്കിലും പഠിച്ചല്ലോ, +1 നമുക്ക് നോക്കാൻ സമയമുണ്ടല്ലോ. അപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാനിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന്റെ മുൻപുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട +2ൽ തന്നെയാണ്. കാരണം അതിൽ ഗുണം എന്ന് വെച്ചാൽ ക്രിസ്മസ് എക്സാമിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് കുറേ മാർക്ക് കിട്ടും. മാർക്ക് കിട്ടുന്നതിലുപരി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. നേരെ മറിച്ച് ഈ സമയത്ത് നിങ്ങൾ ഇന്ന് +1 ഇംപ്രൂവ്മെന്റ് പഠിക്കാൻ പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് ഭയങ്കര മാർക്ക് കുറയുകയും ചെയ്യും. +1 ഇംപ്രൂവ്മെന്റ് നിങ്ങൾ പഠിച്ചതിന്റെ റിസൾട്ട് നിങ്ങൾ കാണില്ല. മൊത്തത്തിൽ കോൺഫിഡൻസ് ഡൗൺ ആവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വിഷയം കോൺഫിഡൻസ് ആണ്. അതിന് +2 തന്നെ പഠിക്കണം. ക്രിസ്മസ് എക്സാം വൺസ് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ +2ലെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. റിവിഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പഠിച്ച കാര്യം വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുന്നതായിരിക്കില്ല മിക്ക ആൾക്കാർക്കും എന്തായിരിക്കും? ഫസ്റ്റ് മുതൽ വീണ്ടും പഠിക്കുകയാണ്. ആ ഫസ്റ്റ് മുതൽ വീണ്ടും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ക്ലിയർ ആയിരിക്കണം. പിന്നെ ആകെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. +1 ഇംപ്രൂവ്മെന്റിന്റെ പരീക്ഷകളും പല പരീക്ഷകളും +2 പബ്ലിക് എക്സാമിന്റെ പരീക്ഷയുടെ ഇടയിൽ കൂടെ അവർ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പ് വരുത്തുക, +1 ഇംപ്രൂവ്മെന്റിന്റെ പഠനവും അതിന്റെ റിവിഷനും നിങ്ങൾ +2 പബ്ലിക് എക്സാമിന് മുൻപ് തന്നെ തീർത്ത് വെച്ചു എന്നുള്ള കാര്യം. അതിന്റെ ഇടയിൽ കൂടെ +2 എക്സാമിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് റിവിഷൻ ചെയ്യാൻ പോയേക്കാളും മക്കളെ രണ്ടും കൊള്ളാവാനുള്ള ചാൻസ്. അപ്പം നേരത്തെ പ്ലാൻ ചെയ്യാം. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യമാണ്, എനിക്ക് ഇത് ക്ലിയർലി അറിയാം, ഈ പ്ലാനും ഈ വീഡിയോയും കണ്ടാൽ പോലും നിങ്ങൾക്ക് ഉള്ളിലൊരു എക്സ്ട്രാ ഒരു കൺഫ്യൂഷൻ എപ്പോഴും കിടപ്പുണ്ടാവും. അത് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ മാത്രം ഒരു പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് എപ്പോഴും അതിനുണ്ടോ +2 എക്സാം +1 എക്സാം. കാരണം നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ നോക്കിയാലും കാണാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ അവസാനം വരെ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ഓക്കെ, ജസ്റ്റ് റിലാക്സ്. ആ ഒരു സംഭവം ഉണ്ടാവും, അത് നമുക്ക് കളയാൻ പറ്റില്ല, അത് ഓക്കെയാണ്. ആകെയുള്ള നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഉഴപ്പരുത്, നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. പ്ലാൻ ഇല്ലാണ്ട് എന്തെങ്കിലും കാണിക്കാൻ പോയാൽ ആ ഒരു ഫീലിംഗ് കൂടുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം.
നേരെ മറിച്ച് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കിയാൽ അത് ഒഴിവാക്കാൻ പറ്റില്ല, അത് കണ്ടെയ്ൻ ചെയ്ത് നിർത്താം. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഈ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എഴുതാണ്ടാത്ത കുട്ടികളൊക്കെ നല്ല ചില്ലടിച്ചിട്ട് പ്ലസ് 2 എക്സാം പറ്റി മാത്രം ആലോചിക്കാൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു തലവേന പോലെ ആയിരിക്കും സാധനം. ഇറ്റ് ഈസ് ഓക്കെ, റിലാക്സ് ചെയ്യാം. അത് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ എങ്ങനെ ക്ലാസ് പഠിക്കണം എന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു റിസോഴ്സ് ഇല്ലെങ്കിൽ, കാരണം +1 ഒക്കെ കഴിഞ്ഞു പോയി കാരണം നമ്മുടെ +2 ബാച്ചുകാർക്ക് ഈ +1 ഇമ്പ്രൂവ്മെൻറ്റ് കംപ്ലീറ്റ് സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് +2ൻ്റെ ക്ലാസ്സുകൾ ലൈവായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനൂടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് കൂടെ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് അതിലെ ക്ലാസ്സുകൾ ഉപയോഗിച്ച് +2 ആയിക്കോട്ടെ +1 ആയിക്കോട്ടെ, കാരണം +2 തന്നെയാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ, അത് ഉപയോഗിച്ച് പഠിക്കുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണ താഴെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. +1 ക്ലാസ്സുകൾ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ഫുൾ സിലബസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, റെഡി? അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കുറച്ചെങ്കിലും ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.